എല്ലാവരും പറയുന്ന ഒന്നാണ്, ഇസ്ലാം മതത്തിന്റെ അസ്ഥിവാരം തൗഹീദാണ്. ഈ പറഞ്ഞ തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ അല്ലാഹു മാത്രം പോരാ. എന്ന് പറഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞു. ആ വാക്കിനർത്ഥം എന്താ? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു. അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള വിശ്വാസത്തിന് നാവിനെ ഞാൻ സാക്ഷ്യമാക്കുന്നു. ഈ അർത്ഥം വരുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ഒരൊറ്റ വാക്കുകൊണ്ട് തൗഹീദ് ആകുന്നില്ല. അതുകൊണ്ട് തൗഹീദ് ആയിരുന്നെങ്കിൽ പഴയകാലത്ത് ജീവിച്ചു പോയ എത്രയോ ഗ്രീക്ക് തത്വക്കാർ, ഫിലോസഫ ചിന്താഗതിക്കാർ, ഫൈലസൂഫികൾ, അവരൊക്കെ ഈ ലോകം വെറുതെ ഉണ്ടായതല്ലെന്നും പ്രകൃതിയാ ലോകമുണ്ടായി എന്ന് പറയുന്നത് പൂർണ്ണമായും യുക്തിരഹിതമാണെന്നും അത് യുക്തിയല്ലെന്നും സമർത്ഥിക്കുകയും വാജിബുൽ വുജൂദായ ഒരു വ്യക്തി ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഉണ്ടെന്നും അവൻ സർവശക്തനും സർവജ്ഞാനിയും എല്ലാത്തിന്റെയും ഉടമയുമാണെന്നും ഉറച്ച് വിശ്വസിക്കുന്നവരാണവർ. വിശ്വാസമുണ്ടെന്ന് മാത്രമല്ല, അത് തുറന്ന് പ്രഖ്യാപിക്കുകയും അതിന് ബുദ്ധിപരമായ തെളിവുകൾ അവർ നിരത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് മുഅ്മിൻ എന്നോ മുസ്ലിം എന്നോ പറയാൻ പറ്റില്ല. എന്തേ കാരണം? ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗമായ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ച റസൂലാണ് എന്ന കാര്യം കൂടി അവർ ആ സാക്ഷ്യപ്പെടുത്തലിൽ കൊണ്ടുവന്നില്ല. മുഹമ്മദ് നബിയിൽ അവർക്ക് വിശ്വാസമുണ്ടായില്ല എന്നതാണ് കാരണം. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവർ നിഷേധിച്ചുകൊണ്ടല്ല. സൃഷ്ടാവുണ്ടെന്നും അവൻ ഏകനാണെന്നും അവൻ സർവജ്ഞാനിയാണെന്നും സർവശക്തനാണെന്നും ഒക്കെ ബുദ്ധിപരമായി മാത്രം തെളിയിക്കുന്ന ആ കൂട്ടർ ഈമാനിന്റെ പുറത്താണ്, ഇസ്ലാമിന്റെ പുറത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടെ ആയില്ല ആ വിശ്വാസങ്ങൾ എന്നതാണ് കാരണം. അതുകൊണ്ടാണ് ഫഈമാനുഹും കലാ ഈമാന, അവർക്ക് ഈ വിശ്വാസമുണ്ടെങ്കിലും അതൊക്കെ ലാ ഈമാൻ, വിശ്വാസമില്ലാത്തതുപോലെയാണ്. കാരണം അത് വിശ്വാസമായി ഇസ്ലാം പറയുന്ന വിശ്വാസമായി ഗണിക്കണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെച്ച് ബുദ്ധിപരമായി സമർത്ഥിച്ചാൽ പോരാ, മുഹമ്മദ് നബിയിൽ കൂടെ വേണം അത് വരാൻ. അതാണ് അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന ഒരു ചരിത്രം ബുഖാരിയുടെ സഹീഹ് അടക്കമുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താണ് അതിലുള്ളത്? അവർ വന്നപ്പോൾ ആ നിവേദക സംഘത്തോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറഹും ബി അർബഇൻ വനഹാഹും അൻ അർബഅ, 4 കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുകയും 4 കാര്യങ്ങളെ വർജിക്കാൻ വേണ്ടി അവരോട് പറയുകയും ചെയ്തു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അമറഹും അൻ യുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ്, അല്ലാഹുവിന്റെ തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കണമെന്ന് അവരോട് കൽപ്പിച്ചു. തുടർന്ന് തന്നെ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ തൗഹീദിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? അതദ്റൂന ബില്ലാഹി മൽ ഈമാനു ബില്ലാഹി വഹദഹ്, അതദ്റൂന നിങ്ങൾ അറിയുമോ? മൽ ഈമാനു ബില്ലാഹി വഹദഹ്, അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയോ എന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സ്വഹാബ. അള്ളാഹു ഒരുവനാണെന്ന ആ കേവലം അർത്ഥമല്ല അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ അർത്ഥം ആർക്കാണ് അറിയാത്തത്? ലോകത്താരാ ഈ രണ്ടുള്ളത്? ഞാൻ ഒന്നാണ്. ഈ ഇരിക്കുന്ന ജനങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ്, ആരും രണ്ടല്ല. ഈ അർത്ഥത്തെയല്ല ഏകൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ സ്വഹാബ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അല്ലാഹു റസൂലുഹു അലം,
ഞങ്ങൾക്കറിയില്ല നബി. അപ്പോൾ നബി തങ്ങൾ ബയാൻ ചെയ്തു കൊടുത്തു എന്താണ് തൗഹീദ്. ആ തൗഹീദ് ബയാൻ ചെയ്തപ്പോൾ തൗഹീദിനെ കുറിക്കുന്ന 2 വചനങ്ങളാണ് അവിടുന്ന് പറഞ്ഞത്. അന്തശ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടും കൂടുമ്പോഴേ തൗഹീദാകുന്നുള്ളൂ. അതെന്താ കാരണം? അള്ളാഹുവിലുള്ള വിശ്വാസമാകണമെങ്കിൽ അത് മുഹമ്മദ് നബിയിൽ കൂടെ അല്ലാതെ നടക്കില്ല, പറ്റില്ല. അതുകൊണ്ട് വാചകത്തിൽ 2ാം വാചകമാണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ തെളിവ് എന്ന നിലക്ക് അത് മുന്തി നിൽക്കുന്നു. അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നമുക്ക് തെളിവാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ഷഹാദ, അതിന്റെ സാക്ഷി, അതിന്റെ തെളിവ്, അതിന്റെ ദലീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് തങ്ങളിലുള്ള വിശ്വാസത്തിലൂടെ വേണം ഈ വിശ്വാസം ഉണ്ടാകാൻ. അപ്പോഴേ അത് ഈമാൻ ആവുകയുള്ളൂ. ഈ നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉറച്ച വിശ്വാസം ഒരാൾക്ക് വരണമെങ്കിൽ ആ വ്യക്തി കേവലം ഒരു മനുഷ്യൻ ആയാൽ മതിയാകുമോ? കേവലം ഒരു മനുഷ്യൻ എന്നതുകൊണ്ട് മാത്രം ഇത്രയും വിശ്വാസം എങ്ങനെ അർപ്പിക്കാൻ പറ്റും? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അതാണ് ഖുർആൻ പറഞ്ഞ വിശ്വാസം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ ഏതുണ്ടോ ആ കാര്യങ്ങളിൽ ഒക്കെയും അതിന് നിങ്ങൾ അനുഗമിക്കണം, അത് നിങ്ങൾ സ്വീകരിക്കണം, പിടിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു. നബി തങ്ങൾ എന്തൊക്കെ നിങ്ങൾ വിരോധിച്ചുവോ അത് എല്ലാം വർജിക്കണം. ഈ നിലക്കുള്ള വിശ്വാസം ഒരു വ്യക്തിയെ കുറിച്ചുണ്ടാകണമെങ്കിൽ ആ വ്യക്തി കേവലം ഒരു മനുഷ്യനായാൽ പറ്റുമോ? ഒരു സാധാരണ മനുഷ്യൻ ജനിക്കും പോലെ ജനിച്ചു. 10-40 വയസ്സായപ്പോൾ റിസാലത്ത് എന്നൊരു പദവി കിട്ടി. 23 വർഷക്കാലം ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ 63-ാം വയസ്സിൽ വഫാത്തായി. വഫാത്തായപ്പോൾ 40-ാം വയസ്സിന്റെ മുമ്പുള്ള മുഹമ്മദായി മാറി. 23 കൊല്ലക്കാലയളവിലെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് മാറ്റിവെച്ചാൽ അതിന്റെ മുൻപും ഒരു മുഹമ്മദ്, പിമ്പും ഒരു മുഹമ്മദ് എന്ന് പറയുന്നവർക്ക് ഇസ്ലാമിൽ എന്ത് സ്ഥാനമുണ്ട്? ഇവിടെ എങ്ങനെയാണ് മുസ്ലിം എന്ന്, മുഅ്മിൻ എന്ന് നാം വിളിക്കുക? അതുകൊണ്ടാണ് നാം പറയുന്നത് ഹുബ്ബുർ റസൂൽ, മഹബ്ബത്തുർ റസൂൽ. അത് ഈമാനിന്റെ അടിത്തറയാണ്, കേവലം ഒരു മനുഷ്യൻ അല്ല. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. അതാണ് അവിടെ മാന. കുൽ, തങ്ങൾ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. അങ്ങനെ അർത്ഥം ഖുർആനില്ല. കുൽ, ഓ നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറുൻ, ഞാൻ നിശ്ചയമായും ഒരു മനുഷ്യൻ മാത്രമാണ്. മിസ്ലുക്കും, നിങ്ങളൊക്കെ മനുഷ്യരല്ലേ, നിങ്ങളെല്ലാം മനുഷ്യരല്ലേ, ഞാനും മനുഷ്യരാണ്. പക്ഷേ സാധാരണ മനുഷ്യനല്ല. യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹയ് അവതരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം എനിക്കുണ്ട്. ആ വഹയ് ഉണ്ടാകുമ്പോൾ ആ വഹയുള്ള ആളാണെന്ന് മറ്റു ജനങ്ങൾക്ക് ബോധ്യപ്പെടാനും അവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി അള്ളാഹു എന്റെ കയ്യാൽ ഒരുപാട് അമാനുഷികത്വങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമാനുഷികത്വം കാണുമ്പോൾ നിങ്ങൾ എന്നെ ഇലാഹാണെന്ന് പറയരുത്, ഇലാഹിന്റെ പുത്രനാണെന്ന് പറയരുത്. നസാറാക്കൾ, ജൂതന്മാരൊക്കെ പ്രത്യേക വ്യക്തിത്വങ്ങളെ ഇലാഹിന്റെ പുത്രന്മാരാക്കി. അല്ലെങ്കിൽ വേറൊരു വിഭാഗം അവരുടേതായ ആരാധ്യ പുരുഷന്മാരെ ഇലാഹ് തന്നെയാക്കി. അതെന്തായിരുന്നു കാരണം? അവരിൽ ഉള്ള അമാനുഷികത്വങ്ങളായിരുന്നു. ഈ അമാനുഷികത്വം അവരിൽ കണ്ടതിന്റെ എത്രയോ കൂടുതൽ നിങ്ങൾ എന്നിൽ നിന്ന് കാണും. ഞാൻ റസൂലാണ്, വഹ്യ് അവതരിക്കപ്പെട്ട ആളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നിരവധി ദൃഷ്ടാന്തങ്ങൾ, ലോകത്തൊരാൾക്കും വെല്ലാൻ പറ്റാത്ത ദൃഷ്ടാന്തങ്ങൾ എന്റെ കയ്യാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ അല്ലാഹു ആണെന്നോ ഇലാഹാണെന്നോ
ഇലാഹിന്റെ പുത്രനാണെന്നോ ആലിഹ്യത്തിൽപ്പെട്ട ഒരാളാണെന്നോ പറഞ്ഞു പോകരുത്. ഏതുപോലെ ജൂതന്മാരും നസാറാക്കളും പറഞ്ഞതുപോലെ. അതാണ് ബഹുമാനപ്പെട്ട ബുസൂരി ഇമാം പറഞ്ഞത്, നസാറാക്കളും ജൂതന്മാരും അവരുടേതായ അമ്പിയാക്കന്മാരിൽ ഉലൂഹിയത്ത് അവരോധിച്ചു. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഇലാഹല്ല, ഇലാഹിന്റെ മകനുമല്ല, ഞാൻ അബ്ദാണ്. അതുകൊണ്ടല്ലേ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ വസ്ഫിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വസ്ഫ് തന്നെ അള്ളാഹുവിന്റെ അബ്ദ് എന്നതാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഈ പ്രയോഗമാണ് ഖുർആൻ പ്രയോഗിച്ചത്. കണ്ടോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് അബ്ദ് എന്ന് പറഞ്ഞത്. ആ അബ്ദ് പറഞ്ഞതിന് ശേഷമാണ് റസൂലിനെ പറയുന്നത്. അബ്ദുഹു റസൂലുഹു, റിസാലത്തതിന് ശേഷമാണ്. അപ്പോ നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത റിസാലത്ത് എന്ന ആ ഉസ്ഫിനെക്കാളും വളരെ അർത്ഥഗാംഭീര്യമുള്ളതാണ് അള്ളാഹുവിന്റെ അബ്ദാവുക. അൽ ഖായിമു ബിൽ ഉബൂദിയ്യ, അവിടുത്തെ ഉബൂദിയ്യത്ത് അനുസരിച്ച് അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളേണ്ടതിനാ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് നിന്ന് പോരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഒരു കാമിലായ അബ്ദാകുന്നു. അബ്ദാകുമ്പോൾ പിന്നെ അള്ളാഹു ആകുന്ന പ്രശ്നമില്ല. അബ്ദാകുമ്പോൾ അള്ളാഹുവിന്റെ മകനാകുന്ന പ്രശ്നമില്ല. അബ്ദാകുമ്പോൾ ഇലാഹാകുന്ന പ്രശ്നമില്ല. ഈ നിലക്ക് ജനങ്ങളെ ധൈര്യപ്പെടുത്താൻ, ബോധ്യപ്പെടുത്താൻ നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞു. അത് നമ്മളോട് പറഞ്ഞില്ല. നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞേക്കണം. നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞു, റസൂലുള്ളാഹിനെ നിസ്കരിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹിനെ നോമ്പ് എടുക്കാൻ പറഞ്ഞു, നമ്മളോടും പറഞ്ഞു. എന്നാൽ നമ്മളോട് എന്ത് പറഞ്ഞോ? നിങ്ങൾ ഓരോരുത്തരും പറയണം, ഞാൻ മനുഷ്യനാണ്. അത് പറയേണ്ട ആവശ്യമില്ല. നമ്മളെക്കുറിച്ച് മനുഷ്യരല്ല എന്ന് ആരും പറയില്ല. കാരണം നമ്മളിന്ന് അങ്ങനൊന്നും ദർശിക്കുന്നില്ല. നമ്മളിന്ന് ദർശിക്കുന്നതൊക്കെ മനുഷ്യപരമായ കാര്യങ്ങളാണ്. അമാനുഷികമായ കാര്യങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്ന്, അതിന് പുറകെ മറ്റൊന്ന് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ അവരോധിക്കൽ വരും. ചിലപ്പോൾ അപരാധങ്ങളൊക്കെ വരും. ഇതുപോലെ ജൂതന്മാർ, നസാറാക്കളൊക്കെ, ഈസാ നബിയിൽ നസാറാക്കൾ ഉലൂഹിയത്ത് അവരോധിച്ചില്ലേ? എന്തായിരുന്നു കാരണം? അമാനുഷികമായ കാര്യങ്ങൾ കണ്ടു. പോകട്ടെ, ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സീനത്ത്, അവിടുത്തെ ജമാൽ, അഴക്, ഈ അഴക് ഒരു മനുഷ്യരിൽ മുമ്പ് കണ്ടിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ ജനത പറഞ്ഞു, മഹാദാ ബസറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇത് ഒരിക്കലും മനുഷ്യനല്ല, മലക്കാണ്. അവർ മലക്കിലേക്കാണ് എത്തിയത്. എന്നാൽ മറ്റേ കൂട്ടർ ഉലൂഹിയത്ത് അവരോധിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം നബി തങ്ങളുടെ ജനതയിൽ വരാൻ പാടില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചതുകൊണ്ട് നബിയോട് അള്ളാഹു പറഞ്ഞു, നബിയെ, തങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഞാൻ മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് മനുഷ്യരല്ലേ? അതേപോലെ മനുഷ്യനാണ്. പക്ഷേ എനിക്ക് പ്രത്യേകത ഉണ്ട്. അതാണ് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. വിജ്ഞാനം ഇൽമു വെച്ച് നോക്കുമ്പോൾ അതിന്റെ പരമാവധി പറയാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, ബശറാണ്. അതോടൊപ്പം വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളാണ്. അപ്പൊ സാധാരണ ഒരാളല്ല. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞ്, അയ്യക്കും മിസ്ലി, ഒരു വെല്ലുവിളി സ്വരത്തിൽ, നിങ്ങളിൽ നിന്ന് ആരാണ് എന്നെ പോലെയുള്ളത്? ആരുമില്ല. ഫൈന്നീ ലസ്തു കഅഹദിൻ മിൻകും, വേറെ ഒരു സ്ഥലത്ത് അങ്ങനെയും കാണാം, ഞാൻ നിങ്ങളിൽപ്പെട്ട ആരെപ്പോലെയുമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അത് നമ്മുടെ ബുദ്ധിപരമായി നാം നബി തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് സമ്മതിക്കാൻ കഴിയും. അതാ ഫമബ്ലഗുൽ ഇൽമി എന്നാ പറഞ്ഞത്, ഫമബ്ലഗുൽ ഹിസ്സി എന്നല്ല. നമ്മുടെ ഹബാസ് വെച്ച് നോക്കുമ്പോൾ നബി തങ്ങൾ ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യത്വത്തിൽ നിന്ന് ഉയർത്തി ഉലൂഹിയത്തിലേക്ക് ചിലപ്പോ അവരോധിച്ചേക്കാം. അത് വരാൻ പാടില്ല നബിയെ. തങ്ങൾ അനുയായികളോട് തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാമാണ്. അത് പ്രകടമാക്കുന്ന ഒരു സദസ്സാണ് ഇവിടെ നടക്കുന്നത്.
എല്ലാ രാഷ്ട്രത്തിൽ നിന്നുള്ള പ്രത്യേക ആളുകളും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൽ അമീൻ وعلى آله وصحبه أجمعين. صاحب الفضيلة سماحة الشيخ أبو بكر بن أحمد مسليار، أصحاب الفضيلة العلماء، الأخوة الحضور، السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله وبركاته. أجدد لكم سلامي وأنقل لكم سلام الأنصار، إخوتكم من بني الخزرج والأوس، أبناء أنصار سيد الخلق صلى الله عليه وآله وصحبه وسلم. ഞാനിതാ വീണ്ടും നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അതെ, ലോക മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയ ഔസ്, ഖസ്റജി എന്നീ ഗോത്രങ്ങൾ നേതൃത്വം നൽകിയിരുന്ന അൻസാരികളുടെ എല്ലാവിധ ആശീർവാദങ്ങളും നിങ്ങൾക്കൊരിക്കൽ കൂടി നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. في يوم الاثنين 12 من هذا الشهر المبارك العظيم ربيع الأول ولد النبي محمد صلى الله عليه وآله وصحبه وسلم. റബീഉൽ അവ്വൽ 12-നുള്ള പ്രത്യേകത എന്താണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വിശ്വപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. وفي نفس اليوم يوم الاثنين 12 من هذا الشهر المبارك العظيم ربيع الأول كان وصول النبي صلى الله عليه وسلم إلى المدينة المنورة واستقبله الأنصار الخزرج والأوس. അതെ, റബീഉൽ അവ്വൽ 12 തന്നെയായിരുന്നു സുദീർഘമായ യാത്രയുടെ ഭാഗമായി ഹിജ്റയുടെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിച്ചേർന്നതും. അന്നേ ദിവസം അൻസാരികളായ ഖസ്റജികളും ഔസ് ഗോത്രക്കാരും ചേർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആർദ്രമായ സ്വീകരണം നൽകിയതും. استقبلوه فقالوا طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. മദീനയിലേക്ക് കടന്നു വന്ന പ്രവാചകരെ കണ്ട അവർ പ്രവാചകരെ എന്തിനോട് ഉപമിക്കണം എന്നറിയാതെ അവർ തീർത്തു പറഞ്ഞു, അങ്ങ് പൗർണമിയാണ്, പൂർണ്ണചന്ദ്രനാണ്. ആ പൂർണ്ണചന്ദ്രൻ ഞങ്ങളിലേക്ക് ഉദിച്ചതിനാൽ തീർച്ചയായും ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ഒട്ടേറെ കടപ്പാടുകളുണ്ട്. അതെ, അങ്ങ് വന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. മദീന എന്ന ഈ നാട് മുഴുവൻ അങ്ങയുടെ ആഗമനം കൊണ്ട് പുളകം കൊള്ളുകയാണ് എന്നുകൂടി